നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും KSRTCയുടെ ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങളൊക്കെ പോലീസ് വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ടൊരു പുതിയ ഇടപെടലിലേക്ക് പോവുകയാണ്. ഡ്രൈവർ ഏതു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി ഉണ്ടല്ലോ, ആ പരാതി അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആയിരുന്നു പോലീസിൻ്റെ നടപടി. കാരണം യദുവിനെതിരെ ജാമ്യമില്ലാ കേസെടുക്കുവാനാണ് ഇനിയുള്ള നീക്കം. കോടതി നിർദ്ദേശത്തിൽ മേയർക്കെതിരെ യദുവിൻ്റെ പരാതിയിൽ ജാമ്യമില്ലാ കേസ് എടുത്തിരുന്നു. മേയറെയും ഭർത്താവും MLAയുമായിട്ടുള്ള സച്ചിൻ ദേവിനെയും കുരുക്കിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള നീക്കം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പട്ടം പ്ലാമൂട് മുതൽ PMG വരെയാണ് ബസ്സും കാറും ഓടിച്ചു പരിശോധിച്ചത്. മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസിൻ്റെ ഈ ട്രയലിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവം നടന്ന രാത്രി സമയത്തായിരുന്നു ഈ പരിശോധന തന്നെ. ഈ സാഹചര്യത്തിലാണ് ബസ്സിലൂടെ ഇപ്പോൾ ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് ഇനി പോലീസ് കടക്കാൻ പോവുകയാണ്. അതായത് യദുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാനാണ് ഇത്തരത്തിലുള്ള ഈ പൊടിക്കൈകളെല്ലാം കാട്ടി പോലീസ് നടത്തുന്നത്. KSRTC ഡ്രൈവറായിട്ടുള്ള യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയത്. ഈ രഹസ്യമൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് നൽകിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ ആ പരാതി. ആദ്യം കന്റോൺമെൻറ്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്ലീലാംഗം കാട്ടിയത് മ്യൂസിയം പോലീസിൻ്റെ പരിധിയിലെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ അത് മേയറുടെ പരാതിയിൽ യദുവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി മാറ്റുകയാണ്. വിവാദമായിട്ടുള്ള KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള ഈ തർക്കത്തിൽ ATOയെ ബലിയാടാക്കാനുള്ള ഒരു നീക്കം കൂടിയുണ്ട്. അതായത് യദു ഓടിച്ചിരുന്ന ബസ്സിൽ സ്പീഡ് ഗവർണറും GPS-ഉം പ്രവർത്തനരഹിതമാണ് എന്നും ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുമൊക്കെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി വരാൻ പോകുന്നത്. തമ്പാനൂർ ഡിപ്പോയിലെ ATO ബഷീറിനെയാണ് സ്ഥലം മാറ്റാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഉത്തരവ് ഉടൻ തന്നെ ഇറക്കുകയും ബഷീറിന് സ്ഥലം മാറ്റം കൊടുക്കുകയും ചെയ്യും. അതിലൂടെ ആ മുഖം രക്ഷപ്പെടുത്തും. പോലീസിൻ്റെ ആവശ്യപ്രകാരം മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിലാണ് ബസ്സിലെ ഈ ന്യൂനതകളൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവം വിവാദമായതോടുകൂടി KSRTCക്ക് ഉണ്ടായിട്ടുള്ള നാണക്കേട് ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ ഈ ബഷീറിനെ സ്ഥലം മാറ്റണം അല്ലെങ്കിൽ സ്ഥലം മാറ്റിക്കളയാമെന്ന് പറയപ്പെടുന്നത്. എന്നാൽ ബസ്സിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അതിൻ്റെ ഉത്തരവാദിത്വവും ഡിപ്പോ എഞ്ചിനീയർക്കാണ് എന്നതിനാൽ ATOയ്ക്കെതിരെയുള്ള നടപടി എന്ന് പറയപ്പെടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ജീവനക്കാരുടെ നിലപാടെന്ന് പറയപ്പെടുന്നത്. പക്ഷേ അത് സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കുന്നത് ബഷീറിൻ്റെ സ്ഥലം മാറ്റവും കൂടാതെ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായിട്ടുള്ള യദുവും തമ്മിലുള്ള ബലാബല പരീക്ഷണത്തിൽ പരാജയപ്പെടാൻ പോകുന്നത് മിക്കവാറും യദുവായിരിക്കും. അതായത് യദുവിനെ ജാമ്യമില്ലാ വാറണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക, അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതായത് മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള വിവാദപരമായിട്ടുള്ള ഈ ആംഗ്യവിക്ഷേപങ്ങൾ കാണിച്ചു, ലൈംഗിക ചേഷ്ടയോടുകൂടിയുള്ള ആംഗ്യവിക്ഷേപങ്ങൾ കാണിച്ചു എന്നുള്ള പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ ട്രയൽ റണ്ണിൽ, അതായത് രാത്രി കാലത്ത് തന്നെ ഏത് തരത്തിലാണ് ആംഗ്യം കാണിച്ചത്, അങ്ങനെ കാണിച്ചാൽ ബസ്സിലിരുന്നു കൊണ്ട് കാറിലേക്ക് കാണിച്ചാൽ അത് കാണാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണം നടത്തി. അങ്ങനെ ഒരു ട്രയൽ റണ്ണ് നടത്തിയിട്ട് ആ ട്രയൽ റണ്ണിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു, അങ്ങനെ മുകളിലിരുന്ന് ബസ്സിലിരുന്ന് ആംഗ്യവിക്ഷേപം കാണിച്ചാൽ അത് താഴെ കൂടെ പോകുന്ന കാറിലിരിക്കുന്നവർക്ക് കാണാൻ കഴിയുമെന്ന് പോലീസിൻ്റെ വലിയ കണ്ടെത്തലുണ്ടായിരിക്കുന്നു. ഈ കണ്ടെത്തലൊക്കെ ഇത്രയും പെടാപ്പാടുപെട്ട് കണ്ടെത്തിയത് എന്തിനാണ്? ഈ യദു എന്ന് പറയപ്പെടുന്ന KSRTC ഡ്രൈവർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുരുക്കിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ രക്ഷപ്പെടുത്താൻ പോകുന്നത് CPMൻ്റെ പ്രതിനിധികളായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രനെയും ഒപ്പം തന്നെ ആ MLA ആയിട്ടുള്ള മേയറുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് MLA, ഇവർ രണ്ടുപേരും രക്ഷപ്പെടുത്തുവാനുള്ള അശ്രാന്ത പരിശ്രമം ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ പോലീസ് ഏമാന്മാരും കൂടി കാട്ടിക്കൂട്ടുകയാണ്. അങ്ങനെ കാട്ടിക്കൂട്ടി മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും ഒക്കെ രക്ഷപ്പെടുത്തിയെടുത്ത് പാവപ്പെട്ട ആ യദു എന്ന് പറയപ്പെടുന്ന KSRTC ഡ്രൈവറെ താമസിയാതെ ജയിലിനകത്താക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കുക എന്നൊരു കലാപരിപാടിയിലേക്കാണ് പോലീസിൻ്റെ നീക്കമെന്ന് പറയപ്പെടുന്നത്. ഇത് ശരിയാണോ, ഇങ്ങനെയാണോ വേണ്ടത് എന്ന് ചിന്തിക്കേണ്ടത് പൊതുസമൂഹമല്ല, ഇവിടുത്തെ സർക്കാരാണ്. കാരണം സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം മറന്നു പോകരുത്.